വെൽക്കം ടു ലൈഫ് ഇറ്റ് സെൽസ് ബൈ ആതിര. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചാണ്. ഇന്നലെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഇനി ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു വീട്ടിലുള്ള വെക്കേഷൻ ടൈമിൽ ഒരു ഡേ കാണിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. എല്ലാവരും ഇങ്ങനെ കണ്ടിട്ടുള്ളെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് അതിനത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എണീറ്റ് വന്നതാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഈ ഡേ ഇൻ മൈ ലൈഫ് എത്തുവരെ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല, എന്നും ഉള്ള പോലെ തന്നെയാണ്. നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് ജഗ്ഗുവിൻ്റെ അടുത്തേക്കാണ്. ജഗ്ഗുവിനെ നമ്മളൊന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും അങ്ങനെ രാവിലെ ഇറക്കാറില്ല, എന്നാലും ഇന്നും ഒരു നേരമെങ്കിലും ഇറക്കും നമ്മൾ പുറത്തേക്ക്. കാത്തിരിക്കുകയാണ് ആള്. ജഗ്ഗു സെറ്റ് ഇരുന്നാ വിടാം. ഇരിക്കടാ. പുറത്തിറക്കി അവൻ ആദ്യം ഓടി വരിക അതേ അടുക്കള ഭാഗത്തേക്കാണ്, അമ്മയുടെ അടുത്തേക്കാണ്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കില്ല, എന്നാലും കൊടുക്കണം. എന്നിട്ട് അവങ്ങനെ ഇപ്പോൾ അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത കഴിക്കാൻ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവർ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം. ഭാഷ കുറച്ച് ഇതിലാണ്, അവരെ കാണാത്തത് കൊണ്ട്. അവരിനി വരില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ആശാൻ കിടന്നിട്ട് സാവധാനം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പുറത്തിറക്കിയാൽ പിന്നെ രാവിലെ എല്ലായിടത്തും ഒന്ന് പോയി കാണണം. അവന് എല്ലായിടത്തും ഒന്ന് നടക്കണം വീട്ടിൽ. തുറന്നോടെ ചേച്ചി തുറന്നു. ഇനി ഞങ്ങളുടെ റെസ്റ്റിംഗ് ടൈം ആണെങ്കിൽ ഞങ്ങൾ കിടന്നുറങ്ങും അല്ലേ? നമ്മൾ കിടന്നുറങ്ങൂല്ലേ? ഞാൻ ഊരിത്തരാം അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ മാല ഊരിത്തരാൻ വേണ്ടി നമ്മളെ കുട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഊരി കൊടുത്തില്ലെങ്കിൽ പിന്നെ ദേഷ്യം വരും. അപ്പോൾ നമുക്ക് ഊരി കൊടുക്കാം. നമ്മൾ കുട്ടി ഇങ്ങനെ ഊരി തരാൻ വേണ്ടി ഇരിക്കേ, നമുക്ക് ഊരി കൊടുക്കാം. അപ്പോൾ ഈ ജഗ്ഗുവിനെ കൂട്ടിൽ കയറ്റി ഞാൻ അങ്ങനെ നിന്നപ്പോഴാണ് എൻ്റെ തലയുടെ മുകളിൽ കൂടെ എന്തോ ഒന്ന് പാറി.
അപ്പോൾ നോക്കിയപ്പോൾ മയിലാണ്. വരാറുള്ള ആൾക്കാരാണ് സാധാരണ ഇവനെ ഇവിടെ കണ്ടിട്ട് മുകളിലേക്ക് പോകാറുള്ളത്. ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഗഗുവിൻ്റെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിങ്ങനെ വന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊന്ന് അക്ഷയ പോയിട്ട് വരാൻ കാടാമ്പുഴയും പോകണം എന്ന്. വേഗം പോയി റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ അക്ഷയയിൽ പോയി. നല്ല തിരക്കായിരുന്നു അക്ഷയയിൽ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ഒരു ചിക്കൻ വാങ്ങാം. അങ്ങനെ നേരെ ഞങ്ങൾ ചിക്കൻ കടയിൽ വന്നു. ചിക്കൻ വാങ്ങാൻ നിൽക്കുമ്പോൾ ഇതേ ഒരാളെ കണ്ടു. ഇവിടെ ഇന്നും സ്ഥിരം ഉണ്ടാവും, നമുക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ദേവട്ടേക്ക് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ 1 മണിയായി. അപ്പോൾ പിന്നെ വിശക്കുന്നുണ്ട് ഒരു മാഗിയും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും ഒന്നും കൂടെ കുടിച്ചു. ഇനി ലഞ്ചാണെങ്കിൽ കുറച്ച് സമയം അവിടെ. ലഞ്ചിന് ഇന്ന് ഞാനും അമ്മയേ ഉള്ളൂ. അച്ഛനും ഏട്ടനും ഒക്കെ ഒരു കല്യാണമുണ്ട്. അച്ഛമ്മ പിന്നെ അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ടേ വരുള്ളൂ. അങ്ങനെ നേരെ നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ വറുക്കാനുള്ളതൊക്കെ റെഡിയാക്കി. അങ്ങനെ ചോറ് റെഡിയായി 3 മണിയായി എന്നെ കഴിക്കാനായപ്പോൾ ചോറും പപ്പടും അച്ചാറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ബാക്കി തിരുമ്പാനുണ്ടല്ലോ എന്ന്. ഞങ്ങളിവിടെ തിരുമ്പാൻ എന്നാണ് പറയാറ്. അലക്കാൻ വേണ്ടി വന്ന് ഞാൻ അമ്മയും കൂടെ എന്നിട്ട് വേഗം തിരുമ്പി തോരയിട്ട് ഇനി പോയി നമുക്ക് ഫ്രഷ് ആകണം. അപ്പോൾ ഞാൻ പോയി അങ്ങനെ ഞാൻ ഫ്രഷായി വന്നപ്പോഴേക്കും അച്ഛമ്മ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ ഉമ്മർത്തൊക്കെ വന്നിരുന്ന്. നല്ല രസമാണ് ഈ ടൈമിൽ ഇങ്ങനെ ഉമ്മർത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷെ നമ്മൾ അധികം നേരം ഒന്നും ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ജഗ്ഗു നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവനങ്ങനെ നോക്കി കുറച്ച് നേരം ഇരിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ വന്നത്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഓഫീസിലേക്ക് ഒന്ന് പോയി. അവിടെ അച്ഛൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ചേട്ടൻ ബംഗാളിൽ പോയിട്ട് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞാൻ ഏട്ടൻ്റെ കൂടെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛൻ്റെ ഓഫീസ്. കണ്ടു കഴിച്ചത് ഇതൊക്കെ അച്ഛന് കിട്ടിയ സമ്മാനങ്ങൾ. അച്ഛനൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ അതേ സ്വീറ്റ്സ് ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഏട്ടനും ഞാനും കൂടെ തിരിച്ച് പോവാണ്. അതേ നമ്മുടെ ജഗ്ഗുമോനുള്ള ചോറ് ദേ അവൻ്റെ കറിയാണത്. അമ്മ ദേ കുഴയ്ക്കുന്നു. ഉച്ചയ്ക്ക് അവന് ചിക്കനും ഇതുപോലെ ആക്കിയിട്ട് ചോറ് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഇനി ചിക്കൻ കൊടുത്താൽ കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് അമ്മ മാറ്റി പിടിച്ച് നോക്കുകയാണ്. കഴിക്കുമെന്നൊന്നും അറിയില്ല. കൊടുത്ത് നോക്കാം. ഇങ്ങനെ മുകളിലൊരു മീൻ ഇങ്ങനെ ഒറ്റയ്ക്കാണ് കാണാൻ വേണ്ടി വെക്കണം, എന്നാലേ കഴിക്കുള്ളൂ അല്ലേ അമ്മ? എന്തെല്ലാം പാടാല്ലേ നമ്മുടെ മുത്തിന് കൊടുക്കാൻ. ഇങ്ങനെ മുകളിലൊന്ന് വെക്കണം, എന്നാലേ ആശാൻ കഴിക്കുള്ളൂ. അപ്പം നമുക്ക് കൊടുക്കാം. ഉച്ചയ്ക്ക് കൊടുത്ത ഫുഡൊക്കെ ജഗ്ഗുമോൻ കഴിച്ചിട്ടുണ്ട്. ഗുഡ് ബോയ്. പ്ലേറ്റ് കാലിയാക്കിയാണ്. അപ്പോൾ ഈ 11 മണിയായപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ വന്നത് ഒരു കവറുമായിട്ടാണ്, എന്തോ കാര്യമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് നോക്കാതെ വെച്ച് വേഗം വന്ന്. അപ്പോൾ അതേ അച്ഛൻ നമ്മൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ സ്വീറ്റ്സ് നോക്കുമായിരുന്നു. ഭയങ്കര മധുരമായിരുന്നു, അതുകൊണ്ട് ആർക്കും അത് അത്ര കണ്ട് ഇഷ്ടമായില്ല. പിന്നെ അച്ഛൻ കൊണ്ടുവന്നത് ഇതൊക്കെയായിരുന്നു, ടീ കേക്കും പിന്നെ നമ്മുടെ എന്താ അതിന് പറയുക, അണ്ടിപ്പൊട്ടും പിന്നെ ബ്രെഡും റസ്ക്കും ഒക്കെ കൂടിയായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് രാത്രി ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇപ്പോൾ കഴിക്കാൻ നോക്കി. അപ്പോൾ ടീ കേക്ക് ആദ്യം തന്നെ ഞാനും അമ്മയും കൂടെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബ്രെഡും കൂടെ കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു. അപ്പം അമ്മ നേരത്തെ എനിക്ക് ഉണ്ടാക്കി വെച്ച ചായ ആയിരുന്നു. അപ്പം അത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം വേഗം ഞാൻ അതും കൂട്ടി ബ്രെഡ് കഴിക്കാൻ വിചാരിച്ചു. അണ്ടിപ്പൊട്ടും കഴിച്ചു നോക്കി. നല്ല മധുരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് വിചാരിച്ചു അമ്മ ചിക്കൻ കറി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ കറിയും ബ്രെഡും കൂടെ വേഗം കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഏട്ടനും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അത് കഴിച്ചു.
മഴ ചാറുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഗേറ്റ് അടിക്കാൻ പോകാൻ കൂട്ടത്തിൽ ജഗ്ഗൂനെയും കൂടെ കാണാം. അമ്മ ആണെന്നുള്ള ഞാൻ പോയി അടിച്ചിട്ട് വരാം. നമ്മൾ അടിക്കാൻ പോവാ ഗൈസ്. ഞങ്ങളുടെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നു ഗൈസ്. നല്ല രസമുണ്ടല്ലേ ഗൈസ് കാണാൻ. മഴയാണ്, നല്ല മഴയാണ്. അധികം നേരം ആസ്വദിക്കാൻ പറ്റില്ല. ഒരാളവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ അടയ്ക്കാൻ വന്നപ്പോൾ അയാൾ നോക്കി നിൽക്കുന്നുണ്ട്, കാണുന്നില്ല. ആഹാ ജഗുമോനെ. അതെ അതെ, നമുക്ക് ജഗുമോനെ കണ്ടിട്ട് വരാം. ജഗൂട്ടാ, ഒരാളവിടെ മൂലൊക്കെ ഇരിക്കുന്നുണ്ടോ, നോക്കിയിരിക്കുന്നു. കാലൊക്കെ നീട്ടി വെച്ച് വയസ്സന്മാരെ പോലെ ഇരിക്കുന്നു ഞങ്ങള്. അല്ലേ കുട്ടാപ്പ? ഉറങ്ങണമൊന്നുമില്ലേ? മാമുണ്ടോ? ഹലോ ഗൈസ്, പ്ലേറ്റ് ഒക്കെ തുടച്ച് വടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. ഗുഡ് ബോയ് ആണെന്ന് അല്ലേ ജഗുമോനെ? ഗുഡ് ബോയ് അല്ലേ? ശരിക്കും തരൂ, ഇങ്ങോട്ട് വാ. വ്ളോഗിനൊരു ഹായ് പറ. ഹലോ ഗൈസ് എന്ന് പറ. ഞങ്ങളില്ല കേട്ടോ കളിക്കൊന്നും. എന്നാ ഇരുന്നേ, ചേച്ചിയുടെ കുട്ടി ഇരിക്കേ. ജഗമോൻ സെറ്റ്. പോടുന്നു. ഗുഡ് ബോയ് ആണ്. ഇവിടെ വാ, ഇങ്ങോട്ട് വാ. വാ വാ, ചേച്ചി ഒഴിഞ്ഞാല കുഞ്ഞിന്. കുഞ്ഞപ്പനാണ്, സുന്ദരനാണ്. കുഞ്ഞപ്പനാണ്, സുന്ദരനാണ്. ഞങ്ങളുടെ സുന്ദരൻ ജഗ്ഗുവിടെ മുഖമൊന്നും കാണുന്നില്ല കുഞ്ഞ. ഒരു ഗുഡ് നൈറ്റ് പറ. ബൈ ബൈ. ഗുഡ് നൈറ്റ് ജഗ്ഗു, നീ ഉറങ്ങിക്കോട്ടാ. ബൈ. അപ്പൊ ജഗ്ഗുവിനോട് ബൈ ഒക്കെ പറഞ്ഞ് നമുക്ക് പോവാം. ബൈ. പണി എന്ന് പറഞ്ഞാൽ കാലിലൊരു ഓയിൻമെൻറ്റും കൂടെ തേക്കാണ്ട് മുറിക്കുക. അപ്പം അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കിടക്കാം. ഓയിൻമെൻറ്റ് എടുക്കട്ടെ. ഞാൻ എന്നും ഇങ്ങനെ കെട്ടുമുടഞ്ഞിടാറൊന്നുമില്ല. ഹോസ്റ്റലിലാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുമ്പോൾ അവരുടെ കൂടെയൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ വീട്ടിലാകുമ്പോൾ അങ്ങനെ എപ്പോഴും ചെയ്യലും ഭയങ്കര മടിയാണ്. ഇന്ന് പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കായതുകൊണ്ട് ആ ഒരു ഓളത്തിൽ ചെയ്ത നല്ലതാണ് ഗൈസ്. രാത്രി മുടി മുളത്തിട്ട് അല്ലേ ഗൈസ്? പിന്നെ ഇപ്പം എന്താ, ഇനിയിപ്പോൾ 12 മണി കഴിഞ്ഞു സമയം. അപ്പോൾ ഇനി ഉറങ്ങണം. ഇപ്പോൾ ഉറക്കം വരുന്നില്ല. ചിലപ്പോൾ ഒരു സിനിമ കയറ്റാൻ വെച്ചിരുന്ന കയറിയിട്ടുണ്ടെങ്കിൽ അത് കാണും. എനിക്ക് സിനിമ അയച്ചു തരുന്ന ആൾ എൻ്റെ കഞ്ചുമോളാണ്. കഞ്ചുമോളി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കഞ്ചുമോൾക്കെല്ലാം കഞ്ചുമോളാണ് ഞങ്ങൾക്ക് എപ്പോഴും സിനിമയൊക്കെ അയച്ചു തരാം. അനിമോൾ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഒരു ഡേയുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം നോക്കട്ടെ കേട്ടോ. ഇപ്പം സമയം 12:08 ആയിട്ടുണ്ട്. അടുത്ത ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഡേ അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ മറക്കാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ, അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സക്സസ്ഫുള്ളി അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതും കമൻസിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെന്താ, ഇങ്ങനെയാണ് എൻ്റെ ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫൊക്കെ പോവാറ്. അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും സുഖനിദ്ര, ശുഭനിദ്ര.